അപ്പം നമുക്ക് രസപ്പൊടി ഒന്നുമില്ലാതെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിലൊരു രസം തയ്യാറാക്കിയാലോ. അതിനാവശ്യമുള്ള സാധനങ്ങൾ: കുറച്ച് കൊച്ചുള്ളി ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി വേണം, ജീരകം, നല്ല ജീരകം അതായത് ചെറു ജീരകം അത് വേണം, കുരുമുളക് വേണം. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ചതച്ചെടുക്കണം. ഇടിയോരലുണ്ടെങ്കിൽ അതിലിട്ട് വേണേലും ചതച്ചെടുത്ത് വെച്ചാൽ മതി. അതൊന്ന് ചതച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, നല്ല ജീരകം, വെളുത്തുള്ളി, കുരുമുളക് ഇതെല്ലാം കൂടെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുക അതോടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ പച്ചമണമെല്ലാം മാറി വരണം. ഇനി 2 നല്ല പഴുത്ത തക്കാളിക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ എല്ലാം ഒന്ന് ഇളക്കി നല്ലതായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൂടും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അന്നേരത്തേക്ക് തക്കാളിയെല്ലാം വെന്ത് വരും. തക്കാളിയെല്ലാം വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ അകത്തോട്ട് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. വാളംപുളിയാണ്, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി ഇത്രയും കൂടെ നമുക്ക് വഴന്നു വരുന്ന മസാലയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ അകത്തോട്ട് പുളിവെള്ളം കൂടെ പിഴിഞ്ഞൊഴിച്ച് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് തിളച്ച വെള്ളം കൂടെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടെ തൂവി നമുക്ക് നല്ല സ്വാദിഷ്ടമായ രസം റെഡി.